ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള്? സുഖല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം. ഇന്നൊരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മള് ഓരോ നാടിനും ഓരോ അനുഷ്ഠാന കലകൾ ഉണ്ടാവൂലേ? ഓരോ നാടിന്റെ പേരും പെരുമയും വിളിച്ചോതുന്ന തനതായ കലകള്. അതേപോലെ വള്ളുവനാടിനൊരു കലയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ ആർക്കെങ്കിലും? പൂതനും തെറിയും. അപ്പൊ പൂതനും തെറിയും കുറിച്ചിട്ട് എനിക്കറിയണ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. വള്ളുവനാടൻ പ്രദേശത്ത് പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് പൂതനും തെറിയും. കണ്ണകി ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങൾ ഈ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് പറയാറുണ്ട്. തിറ കാളിയെയും പൂതം ഭൂതഗണങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. വള്ളുവനാടൻ പ്രദേശത്തെ താലപ്പൊലി, ഉത്സവം, പൂരം, വേല തുടങ്ങിയവയുടെ ഭാഗമായാണ് ഈ അനുഷ്ഠാനം നടക്കുന്നത്. ഭൂതത്തിന്റെ വാദ്യം തുടിയാണ്. തിറയ്ക്കാണെങ്കിലോ പറയാണ് വാദ്യം. തിറയുടെ മുടി അർദ്ധവൃത്താകൃതിയിൽ ആണ് ഉണ്ടാവുക. കനം കുറഞ്ഞ മരം ഉപയോഗിച്ചാണ് ഭൂതത്തിന്റെ മുടി ഉണ്ടാക്കുക. കരിവള, കൈവള, തോൾവള, മാർത്താലി, അരത്താലി എന്നിവയാണ് ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ആഭരണങ്ങൾ. നല്ല മെയ്വഴക്കുള്ള ഒരാൾക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സങ്കീർണമായ ചുവടുകൾ ഈ ഒരു അനുഷ്ഠാന കലയുടെ ഭാഗമാണ്. അതുകൊണ്ട് മെയ്വഴക്കെന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുവിടാനാവാത്തൊരു കാര്യമാണ്. ഈ പൂതവും തിറയുടെയും കാലില് ചിലമ്പുണ്ടാവും. അരയില് അരമണികളും കാണാം. ഒരു വള്ളുവനാട്ടുകാരി എന്നുള്ള രീതിയിൽ പൂതവും തിറയിനെ കുറിച്ചിട്ട് എനിക്കറിയണ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിതിൽ ഷെയർ ചെയ്തത്. നിങ്ങളുടെ നാട്ടിലും ഇതേപോലെ ഓരോ അനുഷ്ഠാന കലകൾ ഉണ്ടാവില്ലേ? അതിൻ്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ പറയണേ. ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബൈ.